Hey guys, Super Gamer TV's പുതിയ വീഡിയോയിലേക്കും ഒരിക്കൽ സ്വാഗതം. ആൻഡ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കി ആപ്പിൽ ഞാൻ GTA കളിക്കുന്ന വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഒരു മച്ചാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കി അതിനെ കോയിൻസ് കൂട്ടാണ്. അപ്പോൾ നമ്മൾ ഗെയിം വഴിയാണല്ലോ ഈ സംഭവം വഴിയാണല്ലോ നമ്മൾ സെർച്ച് ചെയ്ത് കളിക്കണേ. അപ്പോൾ കോയിൻസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ 15 ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം മിഷൻ കളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്തിരി ഉള്ളൂ കോയിൻസ്. ആദ്യം നിങ്ങൾ ഈ ഡെയിലി റിവാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഒന്നായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 10 കോയിൻസൊക്കെ ആയിരിക്കും. കണ്ടോ 10, പിന്നെ ഇവിടെ 10, പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ ശരിക്കും നിങ്ങൾക്ക് ഇത്തിരി പാടാണ് ഇത് മനസ്സിലാക്കാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 എണ്ണം വരെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ 3-ാമത്തെ ദിവസം വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 1-ാമത്തെ ദിവസമാണ് വിചാരിക്കും. 1-ാമത്തെ ദിവസം ഞാൻ ഡെലിവറി കൊടുന്നപ്പോൾ എനിക്ക് 1 മാത്രം ടിക്കറ്റ് ഉണ്ടാവും, ബാക്കിയെല്ലാം ഇതുപോലെ ഇരിക്കും ഇതൊക്കെ. പിന്നെ നാളെ ഞാൻ വന്ന് ഇത് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു ടിക്കറ്റ് ഉണ്ടാവും. പിന്നെ മറ്റൊന്ന് വരുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് മനസ്സിലാക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് മറ്റൊന്നാകുമ്പോൾ സമയത്ത് എനിക്ക് സ്പീഡ് കാർഡ് കിട്ടും. ഈ കാർഡ് ഉണ്ട് ഈ കാർഡിൻ്റെ അത് സ്പീഡ് കാർഡാണ്. ആക്ച്വലി ഉപയോഗിക്കണം എങ്ങനെയാണ് എൻ്റെ GTA കളിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നാളെ 5-ാമത്തെ ദിവസം എനിക്ക് 12 കോയിൻസ് കിട്ടും. അതിൻ്റെ പിറ്റിന് എനിക്ക് 6 കോയിൻസ്, പിന്നെ ലാസ്റ്റ് എനിക്ക് 30 കോയിൻസ് കിട്ടും. അങ്ങനെയാണ് ഈ ഡെയിലി റിവാർഡ്. അപ്പോൾ ഫസ്റ്റ് ഈ ഡെയിലി റിവാർഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ടാസ്ക്, പിന്നെ മെയിനായിട്ടുള്ള ടാസ്ക്സ് ഉണ്ട് ഗൈസ്. ടാസ്ക് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഗൈസ്. ഏകദേശം കണ്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കും ഗൈസ്. ഇതുണ്ടോ ഇപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ കണ്ടോ ഇവിടെ ഇരിക്കണ്ട വാച്ച് ആഡ്സ് വീഡിയോ കണ്ടില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഇരിക്കണ. അപ്പോൾ നിങ്ങളിവിടെ ചെക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ആഡ് വന്നിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, ഇപ്പോൾ കണ്ട ഇത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. ഇപ്പം സ്കിപ്പ് അടിക്കാൻ പറ്റും. കണ്ട ഇപ്പോൾ ഇവിടെ റിസീവ് കാണാം, റിസീവ് വെക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, വീണ്ടും ആഡ് വന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ പറയാൻ എൻ്റെ 15 കോയിൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ റിസീവ് ചെയ്തപ്പോൾ എനിക്ക് 20 കോയിൻസ് കിട്ടി. എന്ന് വെച്ചാൽ 5 കോയിൻസ് എനിക്ക് കൂടിയുണ്ട് കണ്ട. ഇവിടെ 5 കോയിൻസ് വെച്ച് കൂടും. ഇപ്പോൾ ഇത് ഞാൻ റിസീവ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ 25 ആവും. ഓക്കെ അപ്പോൾ 25 ആവും. കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ 25 ആയിട്ടുണ്ട്. ഇന്നോട് ഇത് ചെക്ക് ചെയ്യുമ്പോൾ കണ്ട അടുത്തൊരു ആഡ് ആവുന്നുണ്ട്. ഓക്കെ ആഡ് പോയിട്ടുണ്ട്. ഇപ്പം റിസീവ് ഇത് 3 വർഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആക്ച്വലി. എന്നാലും എലിസിയുടെ ക്യാമറ കഴിഞ്ഞേക്കും കേസ് നമ്മൾ ഫോണിലാണ്ട് എടുക്കണേ. ഓക്കെ പിന്നെ ഈ വീക്ക്ലിയിൽ ഓപ്ഷൻ ഉണ്ട്. വീക്ക്ലിയിൽ കണ്ട വീക്ക്ലിയിൽ നമുക്ക് ഇത് കണ്ട 5 മുതൽ 10 കോയിൻസ് വരെയും കിട്ടും. ചിലപ്പോൾ 10 കോയിൻസ് കിട്ടില്ല, കൂടുതൽ 5 കോയിൻസേ കിട്ടും ചിലപ്പോൾ. ഓക്കെ ഇത് ഞാൻ ഇപ്പോൾ ഓൾറെഡി റിസീവ് ചെയ്ത്. ഇത് നമ്മൾ GTA 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കുന്നത് 60 മിനിറ്റ് കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യട്ടെ ഗൈസ്. പിന്നെ 120 മിനിറ്റ് കൂടി കളിച്ചാൽ റിസീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഈ ന്യൂബി ഇത് നോക്കണ്ട, കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഈ കളക്റ്റ് ഫ്രൂട്ട് ഗൈസ് ഇപ്പം എൻ്റെ 30 കാണിച്ചിട്ട് കളക്റ്റ് ഫ്രൂട്ട് കൊണ്ട് എന്താണ് യൂസ് ഞാൻ നോക്കാം പറഞ്ഞുതരാം ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഈ വാച്ച് ആഡ് ടു റിസീവ് എന്നാണ് ഗൈസ്. അതിങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഒരു ആഡ് വരും. ഓക്കെ ഗൈസ് ഇപ്പോൾ വേണ്ട ഇതായിട്ട് സ്കിപ്പ് അടിക്കുമ്പോൾ എനിക്കിപ്പോൾ ഈ ഫ്രൂട്ട് കിട്ടി. നിങ്ങൾ ഇത് ഈ ചിക്കി ചെയ്യണ സമയത്ത് ഇങ്ങനെ ആയിരിക്കും, ഇതൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഈ സംഭവം ഉണ്ടോ ഇതുപോലെ ഇരിക്കും ഗൈസ്. ഇതൊക്കെ ഇതിപ്പോൾ എനിക്ക് ഇത് കിട്ടി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഗ്രേപ്സ് ആണല്ലോ കിട്ടി. അപ്പോൾ ഞാൻ ഇതാക്കി വീണ്ടും ഞാൻ ഒരു ആഡ് കണ്ടു. അപ്പോൾ എനിക്ക് ഇത് കിട്ടി. വീണ്ടും ഗ്രേപ്സ് തന്നെ കിട്ടിയാൽ നമ്മൾ ഇവിടെ ചെയ്യും. പിന്നെ എനിക്ക് പ്രാവശ്യം ഇതാണ് കിട്ടിയെങ്കിൽ ഇത് ചെയ്യും. അങ്ങനെ ഈ ലൈനിലുള്ള ഫുള്ള് നമ്മൾ ഇങ്ങനെ നെക്കി ഈ കളർഫുൾ ആക്കുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അത് ഇത്തിരി പടാണ്. പിന്നെ ഈ കളർഫുൾ ഇങ്ങനെ കളറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 30 കോയിൻസ് ഉണ്ട് ഗൈസ് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ നിങ്ങൾ നെക്കി കഴിഞ്ഞാൽ അത് ആയിക്കോളും ഗൈസ്. അതുപോലെ തന്നെ ഈ ലൈനും ഫുള്ളാക്കുകയാണെങ്കിൽ 10 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത് ആക്ച്വലി ഒരു ഇത് കണ്ട ഈ ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് 49.9% പേർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടുന്നത് ഇതാണ് ഗൈസ്. എനിക്ക് തന്നെ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയത് അതാണ്. പിന്നെ 48.5 പേർക്ക് ഈ ഫ്രൂട്ട് കിട്ടുള്ളൂ. ഇത് ആപ്പിൾ അങ്ങോട്ടാണ് എനിക്കറിയില്ല. 1.6% പേർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ ഗൈസ്. കാരണം ഇത് അത്രയ്ക്ക് റെയർ ഫുഡ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് റെയർ കൊണ്ടാണ്. എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്.
അതുകൊണ്ടുള്ള സീനില്ല. അപ്പം ഞാൻ ഇത് അപ്പോൾ ആ സംഭവം വരുമ്പോൾ ഇത് തെളിയും, പിന്നെ ഇതൊക്കെ തെളിയും. ആ റയറായിട്ടുള്ള ഫ്രൂട്ട് ഇത് ഫുള്ളും കിട്ടണം ഗൈസ്. അന്നേരം നമുക്ക് 999 കോയിൻസ് കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് ഗൈസ് സംഭവങ്ങൾ. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് ഏതിൻ്റെയാണ്. പിന്നെ ഈ കോയിൻസ് ചെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറിച്ച് പ്രോപ്പസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 കാണാൻ പറ്റും. നിങ്ങളുടെ 1 കാണില്ല. ഞാൻ ഇപ്പം ഇതെങ്ങനെ പരിപാടി ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി നിങ്ങൾ ആദ്യം ഈ ബോക്സ് വെക്കുക, ഒരു ആഡ് വരുന്നത്. ഓക്കെ ഗൈസ്, പേര് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് എന്താ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഗൈസ്, എനിക്കിപ്പോൾ അടിക്കുമ്പോൾ ലെവൽ 2 പ്രോപ്പാണ് ഗൈസ് കിട്ടിയത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഇതിനകത്ത് ആദ്യം എനിക്ക് 1 ആയിരുന്നു, ഇപ്പം എനിക്ക് 2 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് 2 എണ്ണം കിട്ടിയാൽ നേരെ ഇത് 1 ഇവിടെ കിട്ടും. പിന്നെ ഇത് നേരിട്ട് ഇത് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് 3 എണ്ണമായി ഇത് കിട്ടും ഗൈസ്. ഇത് ആക്ച്വലി ഇത് 1 2 3 4 5 6 6 എണ്ണം ഉണ്ട്. ഇവിടെ ഉണ്ട് ഗൈസ് 20 80 435 വെച്ചിട്ടും 1699 വെച്ചിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് കൂട്ടുള്ളൂ. ഇതിനകത്ത് ഇത് 7 എണ്ണം കൊണ്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇത് കണ്ടാ 6 അല്ല 4 എണ്ണുള്ളൂ ഗൈസ്. 1 2 3 4 5 6 സോറി 6 എണ്ണമില്ല ഗൈസ്, 7 എണ്ണമില്ല ഗൈസ്, 6 എണ്ണമുള്ളൂ ഗൈസ്. ഓക്കെ കൊടുക്കും. ഓക്കെ ഈ ഫുൾ സ്ക്രീൻ. ഓക്കെ ഓക്കെ അത് ഞങ്ങളുടെ മച്ചാനടുത്ത് പറഞ്ഞ കേട്ടോ. ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 എണ്ണം കിട്ടിയാൽ ഇത് 1 എണ്ണം കിട്ടും. ഇത് 3 എണ്ണം കിട്ടി ഇങ്ങോട്ട് വരെയാണെങ്കിലാണ് ഗൈസ് നിങ്ങൾക്ക് ഇത് 1 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 കോയിൻസ് കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 4 എണ്ണം കിട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 80 കോയിൻസ് കിട്ടും. പക്ഷെ നമുക്കിത് 7 വർഷം കളിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത വെക്കുകയാണ് ഗൈസ്. അടുത്ത ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ് കണ്ട ഞാൻ ഇത് സ്കിപ്പ് അടിച്ചിട്ടുണ്ട് അടി. ഓക്കെ ഗൈസ് അപ്പോൾ എനിക്കിത് 1 എണ്ണം കിട്ടേ. ഇതാണ് ഗൈസ് കിട്ടേ. എനിക്കിത് 1 എണ്ണം കൂടി. ഓക്കെ എനിക്ക് 1 എണ്ണം കൂടി കിട്ടുകയാണെങ്കിൽ നേരെ ഇതിനകത്തേക്കാവും. അപ്പോൾ ഇത് 3 എണ്ണവും. അപ്പോൾ ഈ മെർജിക്ക് അങ്ങോട്ട് പോകുള്ളൂ. അടുത്ത ആഡ് വന്നുണ്ട്. ഓക്കെ ആഡ് സ്കിപ്പ് ആയിട്ടുണ്ട്. സ്കിപ്പ് അടിക്കുക. സ്കിപ്പ് അടിക്കണം. ഇവിടെ സ്കിപ്പ് അടിക്കണം. ഓക്കെ എന്തായിട്ടുണ്ട് നമുക്ക്. ഓക്കെ ഇത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ട് ഇവിടെ തെളിഞ്ഞുണ്ട്. ഈ 2 എണ്ണം ആയിട്ടുണ്ട് എനിക്കിപ്പോൾ. നമുക്ക് ഈ മെർജ് നിൽക്കുക. ക്യാൻസലിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഇങ്ങനെയാവും ഗൈസ്. മെർജ് ഈ കൺഫേം നിൽക്കുക. ഈ കൺഫേം നിൽക്കി കഴിഞ്ഞാൽ ഇത് 0 കാരണം ഇങ്ങോട്ടേ കഴിഞ്ഞ ഇത്. ഓക്കെ ഇപ്പോൾ ഇത് 3 എണ്ണം വേണ്ടിട്ടാ ഞാൻ ഇത് ഇങ്ങോട്ട് മെർജ് ചെയ്ത് കൺഫേം നിൽക്കി. ഓക്കെ ഇപ്പോൾ എനിക്കിത് 1 എണ്ണമായി. ഈ 2 ഞാൻ കളഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഗേസ് ഇപ്പോൾ എനിക്ക് 20 കോയിൻസ് കിട്ടി. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു ദിവസം 20 കോയിൻസ് എന്തായാലും കിട്ടും. ലക്കുണ്ടെങ്കിൽ എനിക്ക് 40 കോയിൻസ് കിട്ടും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 40 കോയിൻസ് ആവുമല്ലോ. ഓക്കെ പിന്നെ ഇപ്പം എൻ്റെ തീർന്ന് ഇനി ഇതാണെന്നുണ്ട് നമുക്ക് എന്നാൽ ചെയ്തേക്കാം. ഓക്കെ ഈ ആഡും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് എന്താ കിട്ടുന്നത്. ഓക്കെ എനിക്കിപ്പോൾ 1 ആണ് ഡേയ്സ് കിട്ടിയത്. ഇപ്പം എനിക്ക് വീണ്ടും 1 എണ്ണം ഉണ്ട്. ഓക്കെ സെറ്റ്. ഇപ്പം എനിക്കിനി കിട്ടുന്നത് എന്താ യെസ് എനിക്ക് വീണ്ടും ഇത് വന്നു കിട്ടി. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മെർജ് ചെയ്യും. അടുത്ത ആഡ് വന്നിട്ടുണ്ട്. ആഡ് കഴിഞ്ഞിട്ടുണ്ട്. യെസ് എനിക്കിപ്പോൾ വീണ്ടും ഇതാണ് കിട്ടിയത്. ഇനി അടുത്ത എന്താ കിട്ടണത് എനിക്കറിയില്ല. ഓക്കെ നേരിനൊക്കെയാണ്. അടുത്ത ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇപ്പോൾ ഈ ആഡ് ഞാൻ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. എനിക്ക് മിക്കവാറും 1 തന്നെ ആയിരിക്കും കിട്ടുക. ഞാൻ പറഞ്ഞു ഗൈസ് എനിക്ക് 1 തന്നെ കിട്ടി. അപ്പോൾ ഞാൻ ഇത് തിരിച്ച് അവിടെ മെറിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് 2 എണ്ണം ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് എനിക്ക് 2 എണ്ണം വേണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ട് വീഡിയോ കട്ട് ചെയ്തു ഗൈസ്. ഇനി എനിക്ക് നാളെ അത് 1 എണ്ണം കൂടി കിട്ടിയെങ്കിൽ ഇതാവും. ഇപ്പം ഉണ്ട് ഗൈസ് 30 ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. ഇപ്പം 50 ഉണ്ട് ഗൈസ്. ഞാൻ ഈ ഓഷ്യൻ ട്രഷർ ഉണ്ട്. ഇതുകൊണ്ട് വലുതായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഒരാട് വരും. അത് നിങ്ങൾ സ്കിപ്പ് അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കറങ്ങും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കണേ അത് നിങ്ങൾക്ക് കിട്ടും ഗൈസ്. ലക്കുണ്ടെങ്കിൽ 1 മുതൽ 5 വരെയുള്ള കോയിൻസ് കിട്ടും. സ്പീഡ് കാർഡൊക്കെ കിട്ടും. 5 മുതൽ 10 വരെയുള്ള കോയിൻസ് കിട്ടും. 10 മുതൽ 20 ഉള്ള ഈ കോയിൻസ് കണ്ട ഇതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കണ്ട 0 ഡ്രോണാണ്.
ജസ്റ്റ് ഡ്രോൺ കണ്ട ഈ 41 ഡ്രോൺസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 99 ആദ്യം നിങ്ങൾ ചെയ്യാൻ സമയത്ത് ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് പോകും ഗൈസ്. ഇതാവില്ല, ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും ഗൈസ് കറങ്ങണേ. പിന്നെ നിങ്ങൾ 49 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 7 പ്രാവശ്യം ചെയ്യാൻ പറ്റും ഗൈസ്. ഒരാഴ്ച നിങ്ങൾ ഇത് കറക്റ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് നേരെ ഇങ്ങനെ വന്ന് ഇവിടെ നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ 99 പോയിൻറ്റ്സ് കിട്ടും ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഗൈസ്. വേറെ പിന്നെ കോയിൻസ് വേറെ കൂട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ ഗൈസ് നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ലെവൽ 8 എത്തിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ബ്ലറായിട്ടാണ് കാണിച്ചത്. ക്യാമറയുടെ കുഴപ്പമില്ല, ഫോണിലങ്ങനെ കാണിച്ചാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതാക്കണേ കോയിൻസ് കൂട്ടണത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇനിയും കോയിൻസ് കൂട്ടാൻ ട്രിക്സ് ഒന്നുമില്ല ഗൈസ് പ്രത്യേകിച്ച്. ഇതൊക്കെയാണ് ഇങ്ങനെ ട്രിക്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, മാക്സിമം സബ് ചെയ്യണം ഗൈസ്. പിന്നെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1K ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും അടിച്ചു വിളിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടുണ്ടായാലും എല്ലാ ആൾക്കാർക്കും ബൈ ബൈ ഗൈസ്.